സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് മറ്റു പലരും സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പിന്നെ നിങ്ങളിൽ പലരും ഇത് ഉപയോഗിക്കാറും ഉണ്ടാകും. ഇത് അറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു ലെസൺ. ഇന്ന് പഠിക്കാൻ പോകുന്ന ഫ്രേസ് പലപ്പോഴും മൂവീസിലൊക്കെ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. പിന്നെ നേറ്റീവ് സ്പീക്കേഴ്സ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ്. ഇനി ആ ഫ്രേസ് എന്താണ് എന്നല്ലേ? എ ലോങ് വേ. എ ലോങ് വേ എന്ന ഫ്രേസിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് വേരിയേഷൻസിൽ അത് ഉപയോഗിക്കുമ്പോൾ ഡിഫറെൻറ്റ് മീനിങ്സ് തന്നെയാണ് വരുന്നതും. അപ്പോൾ ആ മീനിങ്സ് എന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുകയുള്ളൂ. പിന്നെ നമുക്കും അത് ഉപയോഗിക്കാം ഈസി ആയിട്ട്. അപ്പോൾ ആ ഫ്രേസ് എന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നോക്കാം. അപ്പോൾ ഏതാണ് ആ ഫ്രേസ്? എ ലോങ് വേ. എ ലോങ് വേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരുപാട് ദൂരം എന്നാണ്. ഒരുപാട് ദൂരം, അത് പല ഡിഫറെൻറ്റ് മീനിങ്സിൽ അത് ഉപയോഗിക്കാം. ഡിസ്റ്റൻസിനെ പറ്റി പറയുമ്പോൾ അത് ഉപയോഗിക്കാം. ദ പാർക്ക് ഈസ് എ ലോങ് വേ ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ആ പാർക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരത്തിലാണ് എന്നാണ്. ദ പാർക്ക് ഈസ് എ ലോങ് വേ ഫ്രം ഹിയർ. അവിടെ ഡിസ്റ്റൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദ ഹോസ്പിറ്റൽ ഈസ് എ ലോങ് വേ ഫ്രം മൈ ഹൗസ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്തിലാണ് ആ ഹോസ്പിറ്റൽ. അപ്പോൾ ദ പാർക്ക് ഈസ് എ ലോങ് വേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാർക്കിനെ പറ്റി പറയാം. പാർക്ക് ഒരുപാട് ദൂരത്തിലാണെന്ന അർത്ഥത്തിൽ. ദ ഹോസ്പിറ്റൽ ഈസ് എ ലോങ് വേ ഫ്രം ഹിയർ. ദ റെയിൽവേ സ്റ്റേഷൻ ഈസ് എ ലോങ് വേ ഫ്രം ഹിയർ. ഇതൊക്കെ ഡിസ്റ്റൻസ് തന്നെയാണ് കാണിക്കുന്നത്. ഇനി ഡിസ്റ്റൻസ് അല്ലാതെ നമുക്ക് വേറെ തരത്തിൽ ഇത് ഉപയോഗിക്കാം. ഒരു പ്രോഗ്രസ് കാണിക്കാൻ ഒരു എക്സാമ്പിൾ പറയാം. വി ഹാവ് കം എ ലോങ് വേ ഇൻ അവർ പ്രോജക്റ്റ്. വി ഹാവ് കം എ ലോങ് വേ ഇൻ അവർ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ കം എ ലോങ് വേ എന്ന വേറെ ഒരു വേരിയേഷനിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. വി ഹാവ് കം എ ലോങ് വേ. ഈ കം എ ലോങ് വേ എന്ന് പറയുമ്പോൾ അവിടെ മീനിങ് ഡിസ്റ്റൻസ് അല്ല, ഒരു പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. വി ഹാവ് കം എ ലോങ് വേ ഇൻ അവർ പ്രോജക്റ്റ്. അപ്പോൾ പ്രോജക്റ്റൊക്കെ ചെയ്ത് നമ്മൾ ഒരുപാട് എത്തിക്കഴിഞ്ഞു എന്നാണ്, ഒരുപാട് പ്രോഗ്രസ് ആയി എന്നാണ്. ആ പ്രോജക്റ്റ് ഒരുപാട് പ്രോഗ്രസ് ചെയ്ത് വരുന്നു. ആ പ്രോജക്റ്റിൻ്റെ ഒരു പ്രോഗ്രസ് ആണ് അവിടെ പറയുന്നത്. വി ഹാവ് കം എ ലോങ് വേ ഇൻ ടെക്നോളജി. ടെക്നോളജിയിലൊക്കെ നമുക്ക് നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിലാണിപ്പോൾ, ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? പ്രോഗ്രസ് തന്നെയാണ്. വി ഹാവ് കം എ ലോങ് വേ ഇൻ ടെക്നോളജി. ഇനി ഇംപ്രൂവ്മെൻറ്റ്, ഒരു കാര്യം ഇംപ്രൂവ് ചെയ്തു വരിക എന്നർത്ഥത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഷീ ഹാസ് കം എ ലോങ് വേ ഇൻ ഹെർ റിക്കവറി. ഒരു അസുഖമൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരാൾ അതിൽ നിന്ന് റിക്കവറായി വരിക, അത് ഒരുപാട് റിക്കവർ ചെയ്തു എന്ന് കാണിക്കാനാണ് ഷീ ഹാസ് കം എ ലോങ് വേ ഇൻ ഹെർ റിക്കവറി. ആ റിക്കവറി സ്റ്റേജ് ഒരുപാട് റിക്കവർ ചെയ്ത് കഴിഞ്ഞു, ഒരുപാട് ദൂരം, അവിടെ ഡിസ്റ്റൻസ് അല്ല, ഒരുപാട് ചേഞ്ചസ് വന്നു, ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്, അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് പറയാൻ വേണ്ടി ഉപയോഗിച്ചു, അതുപോലെ തന്നെ പ്രോഗ്രസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചു, ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ കം എ ലോങ് വേ എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇനി വേറൊരു വേരിയേഷനാണ് ഗോ എ ലോങ് വേ. ഇവിടെ മീനിങ് മേക്ക് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് വരും. അവിടെ നമുക്ക് ഗോ എ ലോങ് വേ എന്ന് പറയാം. ഒരു നല്ല രീതിയിലൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, അതാണ് ഗോ എ ലോങ് വേ എന്ന് പറയുന്നത്. അതിന് ഒരു എക്സാമ്പിൾ പറയാം. ഹെർ എക്സ്പീരിയൻസ് വിൽ ഗോ എ ലോങ് വേ ഇൻ ഹെൽപ്പിംഗ് ദ ടീം. അവളുടെ എക്സ്പീരിയൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ഒരുപാട് നല്ലൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. എന്തിന്? ഇൻ ഹെൽപ്പിംഗ് ദ ടീം. അവളുടെ എക്സ്പീരിയൻസ് കാരണം അവളുടെ ടീമിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവളുടെ എക്സ്പീരിയൻസ് വളരെ നല്ല രീതിയിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നതിൽ. ഹെർ എക്സ്പീരിയൻസ് വിൽ ഗോ എ ലോങ് വേ ഇൻ ഹെൽപ്പിംഗ് ദ ടീം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്.
ഗോ എ ലോങ് വേ ഇൻ ബിസിനസ്. ബിസിനസ്സിൽ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണത്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിൽ അത് ബിസിനസ്സിനൊക്കെ വളരെ നല്ല ഗുണം ചെയ്യും, നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതാണ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വിൽ ഗോ എ ലോങ് വേ ഇൻ ബിസിനസ്. ദാറ്റ് മെഡിസിൻ വിൽ ഗോ എ ലോങ് വേ ഇൻ ട്രീറ്റിംഗ് ദ സിംറ്റംസ്. ഒരു അസുഖത്തിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങളൊക്കെ അത് ട്രീറ്റ് ചെയ്യാൻ ദിസ് മെഡിസിൻ വിൽ ഗോ എ ലോങ് വേ എന്ന് പറയുമ്പോൾ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാകും. ആ സിംറ്റംസൊക്കെ ഇല്ലാതാക്കാൻ, ആ സിംറ്റംസിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ നല്ല ഒരു പോസിറ്റീവ് എഫക്റ്റ് തന്നെയാണ് അതിന് ഉണ്ടാവുക. നല്ല ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് അവിടെ ആ മെഡിസിൻ കൊടുക്കുക എന്നാണ്. ആ മെഡിസിൻ കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടാകും. ആ മെഡിസിൻ വളരെ എഫക്റ്റീവ് ആയിരിക്കുമെന്ന്. ഇനി വേറൊരു ഫ്രേസാണ് ഹാവ് എ ലോങ് വേ ടു ഗോ. ഇതും എ ലോങ് വേ എന്നതിൻ്റെ ഒരു വേരിയേഷൻ തന്നെയാണ്. ഹാവ് എ ലോങ് വേ ടു ഗോ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട് എന്ന്. അതൊരു ഫിസിക്കലായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരത്തെ പറ്റിയല്ല പറയുന്നത്. അത് വലിയൊരു ദൂരം എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ്ങിലല്ല അവിടെ പറയുന്നത്. നല്ല ഒരു വർക്ക് ഇനി ആവശ്യമുണ്ട് എന്നാണ്. വി ഹാവ് എ ലോങ് വേ ടു ഗോ ബിഫോർ കംപ്ലീറ്റിംഗ് ദ പ്രോജക്റ്റ്. നമുക്കിനി ഒരുപാട് ദൂരം പോകാനുണ്ട് ബിഫോർ കംപ്ലീറ്റിംഗ് ദ പ്രോജക്റ്റ്. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല, ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട് എന്നാണ് അവിടെ മീനിങ്. വി ഹാവ് എ ലോങ് വേ ടു ഗോ ബിഫോർ കംപ്ലീറ്റിംഗ് ദ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അത് കുറേ ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഒരുപാട് വർക്ക് ഈസ് നീഡഡ് എന്നാണ് പറയുന്നത്. ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് എഫേർട്ട് എടുക്കാനുണ്ട്. ഷീ ഈസ് ഇംപ്രൂവിങ് ബട്ട് ഷീ സ്റ്റിൽ ഹാസ് എ ലോങ് വേ ടു ഗോ. അവൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇനിയും ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. ഷീ ഹാസ് എ ലോങ് വേ ടു ഗോ. ഇപ്പോൾ മനസ്സിലായല്ലോ, അതൊരു ഡിസ്റ്റൻസിൻ്റെ കാര്യമല്ല പറയുന്നത്. അവൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഇനിയും ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. ദ കമ്പനി ഹാസ് എ ലോങ് വേ ടു ഗോ ടു റീച്ച് ഇറ്റ്സ് ഗോൾസ്. കമ്പനി അതിൻ്റെ ഗോൾസ്, ലക്ഷ്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ, അതൊക്കെ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ, ടു റീച്ച് ഇറ്റ്സ് ഗോൾസ് എന്താണ്? ദ കമ്പനി ഹാസ് ടു ഗോ എ ലോങ് വേ. ഒരുപാട് ദൂരം ആ കമ്പനിക്ക് ഇനിയും പോകാനുണ്ട്. അപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഇനിയും വരാനുണ്ട്, ഒരുപാട് എഫേർട്ട് ഇനിയും എടുക്കാനുണ്ട് കമ്പനി. എങ്കിലേ അതിൻ്റെ ഗോൾസൊക്കെ അതിന് നേടിയെടുക്കാൻ സാധിക്കൂ, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ദ കമ്പനി ഹാസ് എ ലോങ് വേ ടു ഗോ ടു റീച്ച് ഇറ്റ്സ് ഗോൾസ്. ഇനി വേറൊരു ഫ്രേസാണ് ബൈ എ ലോങ് വേ. എ ലോങ് വേ എന്നതിൻ്റെ വേറൊരു വേരിയേഷനാണത്, ബൈ എ ലോങ് വേ. ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഒരു കാര്യം, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കമ്പയർ ചെയ്യുകയാണ്. അതിൽ ഒരാൾ മാത്രം വളരെ മെച്ചപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഒരാൾ മാത്രം അവരെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ താഴെയാണ്. അങ്ങനെ ഉള്ള കാര്യം പറയുമ്പോൾ നമുക്ക്, അങ്ങനെയുള്ളൊരു കമ്പാരിസൺ പറയുമ്പോൾ നമുക്ക് ബൈ എ ലോങ് വേ എന്നുപയോഗിക്കാം. ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ബൈ എ ലോങ് വേ എന്ന് പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ബൈ എ ലോങ് വേ. മറ്റുള്ള ഓപ്ഷൻസിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷനാണ് ബെറ്റർ. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഒരുപാട് ബെറ്റർ. ഷീ ഈസ് ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ബൈ എ ലോങ് വേ. ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്, അതിൽ എല്ലാവരെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷീ ഈസ് ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്. ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റാണ് അവൾ. അപ്പം മറ്റുള്ളവർക്കൊന്നും തീരെ എക്സ്പീരിയൻസ് ഇല്ല. അതാണ് ഷീ ഈസ് ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ബൈ എ ലോങ് വേ. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവൾ വളരെ ഉയരത്തിലാണ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ. അതാണ് ബൈ എ ലോങ് വേ. പല ആളുകളെയും അല്ലെങ്കിൽ പല വസ്തുക്കളെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം മറ്റുള്ളതിനേക്കാളൊക്കെ ബെറ്റർ ആണ്, അല്ലെങ്കിൽ മറ്റുള്ളതിനേക്കാളൊക്കെ വളരെ താഴെയാണ് എന്ന് കാണിക്കാനാണ് ബൈ എ ലോങ് വേ ഉപയോഗിക്കുന്നത്. അപ്പോൾ എ ലോങ് വേ എന്ന ഒരു ഫ്രേസ് നമുക്കും ഈസി ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാം, സന്ദർഭം അനുസരിച്ച്. അപ്പോൾ അത് ഉപയോഗിക്കുക, അതുപയോഗിച്ച് ശീലിക്കുക.